സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ ആരും കയറരുത്, ആരും ഫോട്ടോ എടുക്കരുത്, ആരും വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ MDക്ക് ഇറക്കേണ്ടി വന്നു. എന്തിനാ ഇറക്കിയത്? സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങളുടെ ഒരൊറ്റ റാക്കിലും ഒരു സാധനവും ഇല്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ, ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമല്ലേ, ഇതൊക്കെ പുറത്തു വരുമല്ലേ. ഉടനെ സാധനങ്ങൾ വാങ്ങി വെക്കുന്നതിന് പകരം സർക്കുലർ ഇറക്കിയേക്ക, ഈ സർക്കുലർ പുഴുങ്ങി തിന്നാലോ എല്ലാവർക്കും. അതാണ് അവസ്ഥ. എന്തൊരു നാണക്കേടാണ്. പക്ഷെ യൂത്ത് കോൺഗ്രസ്സുകാർ വിട്ടിട്ടില്ല. അവര് മുഴുവൻ സപ്ലൈകോ ഔട്ട്ലെറ്റിലും കയറി ലൈവ് ഇടുകയാണ് ഇപ്പോൾ. പാവപ്പെട്ട അവിടെയുള്ള ജോലിക്കാർ, ആ ജോലിക്കാർക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. അവർക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞാൽ പണി പോകുന്നുള്ളത് കൊണ്ട് മാത്രം അവർ ക്യാമറയുടെ മുന്നിൽ വരുന്നില്ല എന്നുള്ളൂ. ഇവര് തടയാനും നിവൃത്തിയില്ല, തടഞ്ഞിട്ട് കാര്യവുമില്ല. അതാണ് ഒരു വശത്ത്. പിന്നെ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു മറുവശത്ത് വേറെ പലരും. അതുപോലെ അവനവന് വെച്ചുണ്ടാക്കിയതിന്റെ നെല്ലിന്റെ പണം കിട്ടാഞ്ഞിട്ട് അതിൽ ബുദ്ധിമുട്ടുന്ന വലിയൊരു ഭാഗം. ശമ്പളം കിട്ടിയിട്ട് കാലം കുറേയായി എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. എന്തൊരു ദുരന്തമാണ്.